ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി നേതൃത്വം നൽകുന്ന ജവാൻ കിസാൻ നിർധൻ യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക മഹാപഞ്ചായത്തിന്റെ ഭാഗമായ സ്വതന്ത്ര കർഷക സംഘടനകളും ജനകീയ പ്രസ്ഥാനങ്ങളും ജനോക്രസി, ജനശബ്ദം തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെയാണ് ജവാൻ കിസാൻ നിർധൻ യാത്ര ആരംഭിച്ചത്. കാസർഗോഡിൽ നിന്നും ആരംഭിച്ച യാത്ര കണ്ണൂർ ജില്ല പിന്നിട്ടാണ് കൽപ്പറ്റയിലെത്തിയത്. ജവാന്മാർക്കും കർഷകർക്കും നിർധർക്കും വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതാണ് ജവാൻ കിസാൻ നിർധൻ യാത്രയെന്ന് ഇവർ പറഞ്ഞു. രാഷ്ട്രീയം അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നടമാടുന്ന രാഷ്ട്രീയം വളരെ മോശമായ ഒരവസ്ഥയിലാണ് സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് എത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൈകളിൽ ഞെരിഞ്ഞമരുന്ന കൈക്കൂലിക്കും അതേമാതിരി അഴിമതിക്കും ഇത് വിലപേശി നടക്കുന്ന ഒരു ലോകമാണ് ഇന്നിവിടെ കാണുന്നത്. സംരക്ഷിക്കേണ്ടവർ ഒരിക്കലും സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ഇതിനൊരു ശക്തം കർഷകരെ അവഗണിക്കുകയാണെന്നും അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും BJKP മുൻ സംസ്ഥാന സെക്രട്ടറി ക്യാപ്റ്റൻ പ്രിൻസ് മാത്യു പറഞ്ഞു. അവർ എവിടെയും അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. എല്ലാവരും ഭംഗിവാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് നീതി ഒരിടത്തും നടമാടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭംഗിവാക്ക് പറയുകയല്ല, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നാളെ നല്ലൊരു പുത്തൻ പുലരി സ്വപ്നം കണ്ടുകൊണ്ട്, സൽഭരണം സ്വപ്നം കണ്ടുകൊണ്ട്, നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് എവിടെയും നീതി നടമാടണം, സ്നേഹം നിലനിർത്തണം. രാജ്യത്തിന്റെ ഉടമയാകാൻ മാറ്റി ചിന്തിക്കണമെന്നും പൗരസ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഉദ്യോഗാധിപത്യ നിയമങ്ങൾ വലിച്ചെറിയണമെന്നും അഴിമതിരഹിത തുല്യനീതി നടപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ആരോഗ്യമേഖലയിൽ സമഗ്രമാറ്റം വേണമെന്നും കാലോചിതമായി വിദ്യാഭ്യാസ മേഖലയിൽ പൊളിച്ചടുക്കൽ വേണമെന്നും നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ ഷൂട്ട് അറ്റ് സൈറ്റ് നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ഇവർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന യാത്ര ഈ മാസം 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. രാധാകൃഷ്ണൻ മാണിക്കോത്ത്, കിസാൻ നേതാവ് ജോയ് തോട്ടം, BJKP സംസ്ഥാന അധ്യക്ഷൻ ശിവ മാക്രോ, ജോൺ പൌലോസ്, സംസ്ഥാന ട്രഷറർ സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു.